Ever since I left the city. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ഞാൻ വീണ്ടും വന്നു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യു ആർ മൈൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറന്നതല്ല കേട്ടോ, ഞാനത് ചെയ്യാം. പക്ഷേ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ, നാട്ടിലാണല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതായത്. അപ്പോൾ ഞാനത് ചെയ്യും, ടൈം എടുക്കും, അത്രേ ഉള്ളൂ, എന്നാലും ചെയ്യും. പിന്നെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ അത്ര എക്സ്പെക്റ്റേഷൻ ഒന്നും നിങ്ങൾ വെക്കണ്ട. അതൊരു തല്ലിപ്പൊളി സ്റ്റോറിയാണ്. ഇങ്ങനെ റൂമിൽ റെസ്റ്റ് എടുത്തിരുന്നപ്പോൾ എന്തോന്ന് തോന്നിയ ആ ഒരു ഇതിൽ എഴുതിയതാണത്. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും വെക്കണ്ട. എത്രത്തോളം നന്നായിരിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ട്രയലും കൂടി, നാട്ടിൽ വന്നിട്ട് ഡബ്ബിങ്ങും എഡിറ്റിങ്ങും എങ്ങനെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റോറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയേണ്ടി. എന്നാലും ഇത് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലേ സ്റ്റോറീൻ്റെ കാര്യത്തിൽ. എനിക്കിത് അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞൊന്ന് കണ്ടു നോക്കിയപ്പോൾ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടി. എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിട്ടെങ്കിൽ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സ്റ്റോറി ആയിട്ട് വന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് പോവാം. മഹിമാഷേ, എന്നാ നേരം വൈകിയോ? കുറച്ച് നേരം വൈകി. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു, ബസ്സൊന്ന് നേരം വൈകിയല്ലോ. പെട്ടെന്നാണ് അവിടെ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടോടത്തേക്കായിട്ട് എല്ലാവരും നോക്കി. ആരാണ് ആ ബുള്ളറ്റിൽ വരുന്നതെന്ന് അവിടെ കൂടി എല്ലാവർക്കും അറിയായിരുന്നു. ആ നാട്ടിലെ അറിയപ്പെടുന്ന ചട്ടമ്പി കൃഷ്ണ. പേര് കേട്ട് ആളൊരു ആണാണെന്ന് ആരും കരുതണ്ട, പെണ്ണാണ്, ഒരു പെൺപുലി തന്നെ. പക്ഷേ ആ നാട്ടിൽ ആർക്കും അവളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ലായിരുന്നു. ഓ ശകുനം, ഇന്നും ആ സാധനത്തിനെ കണി കണ്ടുകൊണ്ടാണല്ലോ പോവേണ്ടത്. ഈ ശകുനത്തിനെ കണ്ടുപോയി രാവിലത്തെ ദിവസം പോക്കാണ്. എന്തിനാണ് ഇപ്പം അങ്ങോട്ട് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മഹിമാഷേ, മാഷിൻ്റെ മേലെ അവൾക്കൊരു കണ്ണുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോ. അവൾ കണ്ണ് വെച്ചാൽ പിഴച്ചു പോയി എന്നാണ് അർത്ഥം. മഹി വന്നപ്പം തൊട്ട് കേൾക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു കൃഷ്ണൻ്റെത്. അവൻ ഈ അടുത്തായിട്ടാണ് അവിടുത്തെ സ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നത്. അന്ന് തൊട്ട് നാട്ടുകാർ പറയാറുണ്ട് അവളെക്കുറിച്ചിട്ട്. അവളെ പല പേരിട്ടിട്ടായിരുന്നു അവിടുത്തെ ആളുകൾ വിളിക്കാറുണ്ടായിരുന്നത്. ചട്ടമ്പി, അഹങ്കാരി, തല്ലുകൊള്ളി, അങ്ങനെ പല പേരിലും. എപ്പോഴും കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി തീക്ഷ്ണമായിട്ടുള്ള അവളുടെ നോട്ടം കാണുമ്പോൾ തന്നെ ആളുകളിൽ ഭയം ഉടലെടുക്കാറുണ്ടായിരുന്നു. ആളുകളെ ദേഷ്യത്തോട് നോക്കുന്ന അവളുടെ ഭാവം കാണുമ്പോൾ മഹിക്കും അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തിനാണെന്നുള്ള ചോദ്യത്തിന് അവന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആളുകൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ അവനും കൃഷ്ണയെക്കുറിച്ചുള്ളൂ. പക്ഷേ ആളുകളുടെ സംസാരത്തിൽ നിന്നും അവനും പതുക്കെ പതുക്കെ അവളെ വെറുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാഷേ, ഇന്നും നേരം വൈകിയല്ലോ, ഞാനൊരു ലിഫ്റ്റ് തരട്ടെ? അവളുടെ സംസാരം കേൾക്ക് മഹിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അവളെ ഓരോ തവണ കാണുമ്പോഴും അവളിങ്ങനെ ഓരോന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴും അവളോടുള്ള വെറുപ്പ് അവന് കൂടിക്കൊണ്ടേ നിന്നു. എന്തിനാണ് അവൾ എത്രമാത്രം വെറുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുമില്ലായിരുന്നു. മാഷ്, എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞത് മാഷെ മാഷെന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടക്കരുത് എന്നുള്ളത്. നിനക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്തൊരു ശല്യമാണത്. പിന്നെ നിൻ്റെയൊക്കെ കൂടെ വരുന്നതിനേക്കാൾ നല്ലത് വല്ല അഴുക്കിച്ചാലും ചാടുന്നതാണ്. അതാകുമ്പോൾ നിന്നെക്കാളും വൃത്തിണ്ടാവും. അതിന് സ്കൂളിൻ്റെ പടി പോലും തൊട്ടത് നീയാണ് സ്കൂൾ ഉണ്ടാക്കി തരാൻ പറയുന്നത്. ഇതവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. കൃഷ്ണ എന്തെങ്കിലും പറഞ്ഞ് മഹിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ഇതുപോലെ ഓരോന്നും പറഞ്ഞ് അവളെ നാണം കെടുത്തി വിടാറുണ്ടായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്നേ വരെ അവനോട് മോശമായിട്ട് അവൾ സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലാതെ അവളെക്കുറിച്ച് അവന് യാതൊന്നും അറിയുകയുമില്ല. പിന്നെ എന്തിനാണ് അവളോട് ഈ അകൽച്ച? മാഷ് പറഞ്ഞ ശരിയാ, ഞാൻ സ്കൂളിൻ്റെ പടിയൊന്നും ചവിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ സ്കൂളിൻ്റെ പടി ചവിട്ടിയ മാഷിന് ഒരാളോട് എങ്ങനെ പെരുമാറേണ്ടതെന്നും കൂടി അറിയില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ സ്കൂളിൻ്റെ പടി ചവിട്ടത്തിന് ഞാൻ തന്നെ നല്ലത്. എന്നാ പോട്ടെ മാഷേ. ഇത്രയും മഹിനോട് പറഞ്ഞും കൊണ്ട് ഒന്ന് ഇളിച്ചു കാണിച്ചും കൊണ്ട് കൃഷ്ണ അവളുടെ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും പോയി. അവളുടെ ബുള്ളറ്റ് ദൂരത്തേക്ക് പോകുന്നത് നോക്കി അവൻ അങ്ങനെ നിന്നു. മാഷേ, മഹിമാഷേ, ഒന്നാമത് നിന്നേ.
ആ ഹരിമാഷോ എന്താ മാഷേ? അല്ല മാഷേ, ഞാൻ മാഷിനുള്ള സ്നേഹം കൊണ്ട് പറയാണ്. മാഷിനെ പറ്റി ഇവിടെ ഒരു അടക്കം പറച്ചിലുണ്ട്. മാഷിനെ ചട്ടമ്പിയായിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നോ അങ്ങനെ വല്ലതും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ മാഷേ അത് വേണ്ടട്ടോ. അവളാളത്ര വെടിപ്പല്ല. അയ്യോ മാഷേ, എനിക്ക് ആ കുട്ടിയോട് അങ്ങനെയൊന്നുമില്ല. അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് വരും. ഞാനത് അത്ര മൈൻഡ് ചെയ്യാറില്ല. ആ അതെന്നാ നല്ലതും. അവളെ ആളത്ര ശരിയല്ല. കുടിയും വലിയും പിന്നെ വേറെ പലതും ഉണ്ടെന്നാണ് കേട്ടത്. അല്ലെങ്കിൽ തന്നെ മാഷ ആലോചിച്ച് നോക്ക്. അവൾക്ക് തന്തിയും തള്ളയും ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവൾക്ക് കാശൊക്കെ കിട്ടുന്നത്? ഫുള്ളും മറ്റേ പണിയാണ്. മാഷിനോടായതുകൊണ്ട് പറയുകയാണ്. മാഷ ഇവിടുത്തെ പുതിയ ആളല്ലേ, അതുകൊണ്ട് ഒന്നും അറിയില്ലല്ലോ. അവൾക്ക് നമ്മളെ പോലത്തെ കിട്ടൂല എന്ന് കണ്ടതുകൊണ്ടാണ് മാഷിൻ്റെ പിന്നാലെ നടക്കുന്നത്, അവളുടെ സൂക്കട് തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവളെ വലയിലൊന്നും വീണ് പോകണ്ട മാഷേ. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു തുടങ്ങി. അവളെപ്പറ്റി അത്രയെല്ലാം കേട്ടപ്പോൾ മഹിക്ക് എന്തെന്നില്ലാത്തൊരു തരിപ്പായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സപ്പോഴും അവനോട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു, അവൾ അത്രക്കാരിയല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. കൃഷ്ണ താൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന പേരാണ്. തന്നെ ബാധിക്കാത്തൊരു വിഷയമാണെന്ന് പലവട്ടം അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലും കൃഷ്ണ അവനെ ബാധിക്കുന്നുണ്ടായിരുന്നു. അവളെപ്പറ്റി കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അവനിൽ വിദ്വേഷവും ദേഷ്യവും അതിലേറെ സങ്കടവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് തന്നെ ആരുമല്ലാത്ത അവളെപ്പറ്റി കേൾക്കുമ്പോൾ ഇത്രത്തോളം ദേഷ്യവും സങ്കടവും വരേണ്ടത്? മഹി ഇങ്ങനെ ഓരോ ആലോചനയിലേക്കായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും അരമണിക്കൂർ ദൂരമുണ്ട് മഹിയുടെ വീട്ടിലേക്ക്. മഹി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു കൃഷ്ണയുടെ ബുള്ളറ്റ് അതുവഴി പോകുന്നതായിട്ട് അവൻ കണ്ടത്. അവളുടെ പുറകിലായിട്ട് ഒരു കൊച്ചു പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് തൻ്റെ ക്ലാസ്സിലുള്ള ആനന്ദായിരുന്നു. മഹി 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. തൻ്റെ ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു ആനന്ദ്. എന്നാലും ക്ലാസ്സിലാകെ 1-2 തവണ മാത്രമേ അവൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവനെ കണ്ടിട്ടുമില്ല. എന്നാൽ ഇപ്പം അവനെന്താ കൃഷ്ണയുടെ കൂടെ എന്ന് അവൻ ആലോചിക്കുമ്പോഴായിരുന്നു പുറകിൽ നിന്നും കുറച്ച് പേര് പറയുന്നത് അവൻ കേട്ടത്. ഓ എരണം കെട്ടവള്, അവക്കവളുടെ കടി തീർക്കാൻ ഇപ്പോൾ കൊച്ചു പയ്യനെ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ അവനും കൂട്ടി പോകുന്നത്? അല്ല ദിവാകരേട്ടാ, അതാ ശാന്തേട്ടത്തിൻ്റെ മോനല്ലേ? അവരോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ ആ ചെറുക്കൻ അവളുടെ കൂടെ പറഞ്ഞയക്കരുത് എന്നുള്ളത്? അതെങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതങ്ങനെ തന്നെയാണോ ദാസ? ചിലരങ്ങനെ എത്ര പറഞ്ഞാലും പഠിക്കില്ല, അവസാനം കിട്ടുമ്പോൾ പഠിച്ചോളൂ. ആ ചെക്കൻ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അവനെ പഠിക്കാൻ വേണ്ടിയ സമയത്ത് ആ എറണാകുളത്തോളം കൂടെ തോന്നിയാസത്തിന് പറഞ്ഞയച്ചിരിക്കുക. എന്തിനാണോ അവനെ കൊണ്ടുപോകുന്ന ആർക്കറിയാം. ആ ചെക്കനെ കൊല്ലാനാണോ വളർത്താനാണോ എന്നുള്ളത്. ഇനി ചിലപ്പോൾ അവളുടെ മദ്യസേവനത്തിനൊക്കെ അവന് വേണ്ടി വരായിരിക്കും. എന്നാലും അവൾക്ക് ഇവിടെ ബാക്കി ചക്കന്മാരൊന്നും കിട്ടാത്ത മതി ആ കിളുന്ത് പയ്യൻ്റെ കൂടെ. ഛേ, ഇത്രയും പറഞ്ഞും കൊണ്ട് ആ വൃദ്ധന്മാർ അവിടെ കാർക്കിച്ച് തുപ്പി നടക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് നിൽക്കെ മഹിക്ക് കൃഷ്ണനോടുള്ള ദേഷ്യവും വെറുപ്പും ഇരട്ടിയാവാൻ തുടങ്ങി. അവളെക്കുറിച്ച് ഓർക്കുന്തോറെല്ലാം അവൻ്റെ ദേഷ്യം അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എന്നത്തെയും പോലെ മഹി ഇന്നും സ്കൂളിലേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ അവനെയും കാത്തും കൊണ്ട് അവിടെ കൃഷ്ണയും ഉണ്ടായിരുന്നു. അവളെ കണ്ടതും ഇന്നലെ അവളെക്കുറിച്ച് കേട്ടതെല്ലാം ഓർത്തപ്പോൾ മഹിക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു. അവൾ അവൻ്റെ അടുത്തേക്കായിട്ട് മാഷേന്ന് വിളിച്ചതും അത്രയും നേരം മനസ്സിൽ അടക്കി വെച്ച ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി. അവൻ വായ തോന്നിയത് എന്തൊക്കെയോ അവളോട് വിളിച്ചു പറയുവാൻ തുടങ്ങി. മാഷ്, നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊഞ്ചിയും കൊണ്ട് വരരുതെന്നുള്ളത്. നിൻ്റെ അളക്കത്തിലും നിൻ്റെ കൊഞ്ചലിനും കിട്ടുന്ന പലവന്മാരും കാണും. ആ കൂട്ടത്തിൽ നീ എന്നെ പെടുത്താൻ നിൽക്കണ്ട. നിൻ്റെ സൂക്കോട് തീർക്കാൻ വേറെ വല്ല പയ്യന്മാർ നോക്ക്. അല്ലാതെ ഈ മഹിന അതിന് കിട്ടുന്നത് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ എന്ത് കണ്ടിട്ടാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? നിന്നെപ്പോലത്തെ ഒരു പെണ്ണിനോട് എനിക്ക് പ്രണയം തോന്നുന്നു നിനക്ക് എങ്ങനെ തോന്നിയത്? കള്ളും കഞ്ചാവും അതുമല്ല വേറെ പലതും നടക്കുന്നത് നിന്നോടൊക്കെ എനിക്കെന്നല്ല ഒരുത്തരും പ്രണയം തോന്നാൻ പോകുന്നില്ല. താൻ കണ്ടോ? താൻ കണ്ടിക്കണോ ഞാൻ കുടിക്കുന്നത്? താൻ കണ്ടിക്കണോ ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യുന്നത്? അതൊക്കെ പോട്ടെ, താൻ പറഞ്ഞല്ലോ പലവന്മാരും കൂടെ. അത് താൻ കണ്ടിക്കണോ? കണ്ടിക്കണോന്ന്? താനെന്നല്ല, ഈ പറയുന്നവന്മാർ ആരും കണ്ടില്ല കൃഷ്ണൻ അങ്ങനെ. അത് കൃഷ്ണ പറഞ്ഞത് ശരി തന്നെ ആയിരുന്നു. മഹിന്നല്ല, ആ പറയുന്നവർ ആരും തന്നെ കൃഷ്ണൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. മഹിയും കൃഷ്ണൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പലവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് മാത്രം. എന്തേ, തനിക്ക് ഉത്തരമില്ലേ? തനിക്ക് ഉത്തരം കാണില്ല. തനിക്കെന്നല്ല, ഈ പറയുന്ന നാട്ടുകാർക്ക് ആർക്കും ഇതിന് ഉത്തരം കാണില്ല. കാരണം താനും ഈ പറയുന്നവന്മാരാരും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരു പെണ്ണൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് മറ്റേ ജോലിയായിരിക്കും. അവളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് അഹങ്കാരം. നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടെ നിന്നിട്ടില്ലെങ്കിൽ അത് താൻ തോന്നിത്തരം. ഇനി ആരെങ്കിലും നമ്മുടെ സമ്മതമില്ലാതെ ഞങ്ങളെ ദേഹത്ത് തൊട്ടാൽ അവനെ കയറി തല്ലിയാൽ അത് തല്ലുകൊള്ളിത്തരം. എന്തിനാ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാം ഒരുത്തനും കാണില്ല. കുറ്റപ്പെടുത്താൻ മാത്രമേ എന്നും സമൂഹം ശ്രമിച്ചിട്ടുള്ളൂ. എടോ, താനൊക്കെ ചോദിച്ചിട്ടില്ലടോ ഞാനെങ്ങനെ കാശുണ്ടാക്കണമെന്ന്. തന്നൊക്കെ പോലെ തന്നെ അധ്വാനിച്ചിട്ടാണോ ഞാനും കാശുണ്ടാക്കുന്നത്?
പിന്നെ എൻ്റെ ശരീരം നോക്കാവുന്നത് എൻ്റെ മാത്രം ആവശ്യമാണ്. എൻ്റെ സമ്മതം കൂടാതെ ഒരുത്തൻ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കയറി തല്ലിച്ചതച്ചിട്ടുണ്ടാവും. അതിലെനിക്ക് ഇന്നവരെ ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല. പിന്നെ ഈ നാട്ടുകാർ തെണ്ടികൾ പറയണ്ടല്ലോ, തന്തിയും തള്ളിയാത്ത ഞാൻ എങ്ങനെ കാശുണ്ടാക്കണമെന്ന്. തന്തിയും തള്ളിയാത്ത ഞാൻ എങ്ങനെ ജീവിക്കുന്നത് യുവമാർ നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ കാശുണ്ടാക്കിയാലും യുവമാർക്കൊക്കെ എന്താണ്? ശരിയാ, തന്നോട് എനിക്കൊരിഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ ഒരു കൂട്ട് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോൾ ഇവരെപ്പോലെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അറിയാതൊരിഷ്ടം തോന്നിപ്പോയി. പക്ഷെ എനിക്ക് തെറ്റി. താനും ഇവരെപ്പോലെ തന്നെയാണ്. എടോ, ഒരാളെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നല്ലതാണ്, പക്ഷേ അത് സ്വന്തം അഭിപ്രായമായിരിക്കണം, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അഭിപ്രായം ആവരുത്. ഞാൻ എന്താണെന്നറിയാൻ താൻ ഒരിക്കലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ വായനങ്ങനെ വീഴില്ലായിരുന്നു. പിന്നെ പേടിക്കണ്ട, താൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി മരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ മരിച്ച് തന്നുള്ള എൻ്റെ ഇഷ്ടം അത് ഇന്നത്തോടുകൂടെ മരിച്ച് ഇനി ഒരിക്കലും മാഷെന്നും വിളിച്ച് ഇഷ്ടവും പറഞ്ഞ് തൻ്റെ പിന്നാലെ ഞാൻ വരൂല. പിന്നെ ഇപ്പം വന്നത് അനന്തുവിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അവൻ കുറേ ലീവായതുകൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. തൻ്റെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം തൻ്റെ അടുത്തേക്ക് വന്നത്. എന്തായാലും ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടാവില്ല. പോട്ടടോ. അത്രയും പറഞ്ഞും കൊണ്ട് തൻ്റെ ബുള്ളറ്റും എടുത്തും കൊണ്ട് കൃഷ്ണ അവിടെ നിന്നും പോയി. അവളുടെ ആ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ മഹിക്ക് എന്തെന്നില്ലാത്തൊരു വേദന തോന്നി. അവൻ്റെ ഉള്ളൊന്ന് കൊളത്തി വലിക്കുന്ന പോലെ അവന് തോന്നി. ഇന്നേ വരെ ആ ചട്ടമ്പിൻ്റെ കണ്ണ് നിറഞ്ഞ അവൻ കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ കണ്ടത്. അത്രയും പറയേണ്ടില്ലായിരുന്നു അവന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിലെത്തിയിട്ടും അവൻ്റെ മനസ്സാകെ അവളിൽ തന്നെയായിരുന്നു കുരുങ്ങി നിന്നത്. പഠിപ്പിക്കാനൊന്നും അവന് തോന്നുന്നേ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ക്ലാസ്സിലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട് അനന്ത് വരുന്നത് അവൻ കണ്ടത്. തൻ്റെ ഉള്ളിലെ വിഷമം അടക്കി വെച്ച് കുറച്ച് ഗൗരവത്തോടെ തന്നെ അവൻ അനന്തുവിനോട് ചോദിച്ചു, ആനന്ദ്, താനെന്താ ഇത്രയും ദിവസമായിട്ട് ലീവായിരുന്നത്? പിന്നെ തന്നെ നല്ല ചട്ടമ്പിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, തൻ്റെ ആരാ അത്? ചട്ടമ്പിയോ? ആ, മാഷ നന്ദേച്ചൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. നന്ദേച്ചൻ്റെ ചേച്ചിയാണ്, സ്വന്തം ചേച്ചിയല്ല കേട്ടോ, അയൽവാസിയാണ്. എൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് നന്ദേച്ചിയാണ്. പിന്നെ ഞാൻ വരാഞ്ഞതേ എനിക്ക് കുറച്ച് ദിവസം മഞ്ഞപ്പിത്തായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കട്ടെ മാഷേ. ആ പോയിരുന്നു. അനന്തു അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എന്തോ മഹിക്ക് തനിക്ക് എവിടെ പിഴച്ചെന്ന് അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം താൻ അറിഞ്ഞതൊന്നും അല്ലായിരുന്നോ കൃഷ്ണ? അവളെക്കുറിച്ച് താൻ അറിഞ്ഞതെല്ലാം തെറ്റായിരുന്നോ? പലപ്പോഴും പലരും അവളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ അങ്ങനൊന്നുമല്ല, ആ പറയുന്നതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത്. പക്ഷേ അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഈഗോയും അവനോട് സംസാരിച്ചിരുന്നത് അല്ല, അതെല്ലാം സത്യമാണ്, ഒന്നും കാണാതെ ആരും ഒന്നും പറയില്ലല്ലോ. പലരെയും കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗായിരുന്നു അത്, ഒന്നും കാണാതെ ആരും ഒന്നും പറയില്ലല്ലോ എന്നുള്ളത്. എന്നാൽ ചിലതൊക്കെ ഒന്നും കാണാതെ തന്നെയായിരുന്നു ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൃഷ്ണയെക്കുറിച്ച് ആ നാട്ടുകാർ പറഞ്ഞതുപോലെ. ഹലോ അമ്മ. മഹി, എന്തു പറ്റി? 2 ദിവസമായിട്ട് നിൻ്റെ വിളിയൊന്നും കണ്ടില്ലല്ലോ, എന്തേ? അത് പിന്നെ അമ്മ, അത് സ്കൂളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാ പിന്നെ വിളിക്കാൻ. കള്ളം. എൻ്റെ കുട്ടിയുടെ ശബ്ദമൊന്നും മാറിയാൽ എനിക്ക് മനസ്സിലാവൂലേ? പറ മഹി, എന്താ എൻ്റെ മോനൊരു സങ്കടം? അമ്മ, അത് പിന്നെ മഹി, ആ കുട്ടീനെ നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലും എൻ്റെ കുട്ടീനെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നാട്ടിലെന്തോരം ചട്ടമ്പികളുണ്ട്, അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണം നീ നോക്കാറുണ്ടോ? അവരെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിനക്കത്ര ദേഷ്യവും സങ്കടം വരാറുണ്ടോ മഹി? ഇല്ലല്ലോ. പിന്നെ എന്താ എൻ്റെ കുട്ടിക്ക് ആ കുട്ടീനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത്ര ദേഷ്യവും സങ്കടം വരേണ്ട ആവശ്യം എന്താ മഹി? അവൾ നിന്നെ ബാധിക്കുന്നുണ്ടോ? എൻ്റെ കുട്ടീനോടെന്തേ മറച്ചു വെക്കുന്നുണ്ടോ? അമ്മ, അങ്ങനൊന്നുമല്ല. അത് പിന്നെ അവളിങ്ങനെ ഇഷ്ടവും പറഞ്ഞ് പിന്നാലെ നടക്കുന്നല്ലാതെ. അല്ലാതെ എൻ്റെ മോൻ അവളോടൊന്നും തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നെങ്കിലേ ഇപ്പം എൻ്റെ കുട്ടീൻ്റെ ശബ്ദം അങ്ങനെ ഇടാറില്ലായിരുന്നു. അമ്മ, അത് പിന്നെ ഞാൻ കാരണം ആദ്യമായിട്ട് അവളെ കണ്ണ് നിറഞ്ഞ് കണ്ടപ്പോൾ. അവളുടെ കണ്ണ് നിറഞ്ഞ എന്താ മഹി നിനക്കിത്ര പൊള്ളാന്? നിൻ്റെ ആരുമല്ലല്ലോ അവള്. ആ ചോദ്യം മഹിൻ്റെ ഉള്ളിൽ നിന്ന് തങ്ങി നിന്നു. ശരിയാ, തൻ്റെ ആരുമല്ലല്ലോ അവള്. തൻ്റെ ആരുമില്ലാത്തവൾക്ക് വേണ്ടി എന്തിനാ താൻ ഇത്ര നീറേണ്ട ആവശ്യം? അവളോട് പറഞ്ഞു പോയതോർത്ത് ഇത്രയും വേദനിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇനി ആളുകൾ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിലും അവൾ എങ്ങനെയാണെങ്കിലും അതൊക്കെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. തൻ്റെ ആരുമില്ലാത്തവൾക്ക് വേണ്ടി എന്തിനാ അത്ര ദേഷ്യവും സങ്കടവും മനസ്സിത്രയും നീറേണ്ട ആവശ്യം? അപ്പം താൻ പോലും അറിയാതെ തൻ്റെ ആരൊക്കെ ആയി തീർന്നിട്ടുണ്ടായിരുന്നു അവൾ. അമ്മ, എനിക്കൊന്നും അറിയില്ല അമ്മ. എനിക്കെന്തോ തെറ്റ് പറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. തോന്നുന്നതല്ല മഹി, നിനക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ട്.
ആ തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്താൻ നോക്കുക. സാരില്ല, മനുഷ്യന്മാരാകുമ്പോൾ തെറ്റ് പറ്റും. പക്ഷെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാഞ്ഞാൽ മതി. എൻ്റെ കുട്ടി നാളെ തന്നെ ആ മോളെ പോയി കണ്ടിട്ടെ മാപ്പ് ചോദിക്കേണ്ടി. പിറ്റേ ദിവസം മഹി അവൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണയെ കണ്ട് മാപ്പ് പറയാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടായിരുന്നു അന്ന് കൃഷ്ണ അവൻ്റെ മുന്നിൽ വന്നതേയില്ല. ഒരു പക്ഷേ അവൾ പറഞ്ഞതുപോലെ തന്നെ അവനോടുള്ള അവളുടെ പ്രണയം മരിച്ചു കാണും. എന്തോ മഹിക്കത് വല്ലാത്തൊരു സങ്കടം തോന്നി. എന്നും ആ ബുള്ളറ്റിൻ്റെ ശബ്ദം അവന് ദേഷ്യമുണ്ടാക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ ബുള്ളറ്റിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എത്തിയിട്ടും മഹിക്കെന്തോ ക്ലാസ് എടുക്കാനൊന്നും തോന്നുന്നില്ലായിരുന്നു. എന്തോ അവൾ തന്നെ ഇത്രമേ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, അവളോട് പറഞ്ഞു പോയ വാക്കുകളുടെ കുറ്റബോധമാണോ തന്നെ വേട്ടയാടുന്നത്? എന്താണെന്ന് അവനൊരു അറിയില്ലായിരുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവൻ്റെ മനസ്സിലത് അലട്ടിക്കൊണ്ടേ നിന്നു. സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നു അവൻ അനന്തുവിനെ കണ്ടത്. എന്തോ ഇന്ന് അനന്തുവിൽ നിന്നും കൃഷ്ണയെക്കുറിച്ചെല്ലാം അറിയണമെന്ന് അവന് തോന്നി. ആദ്യമായിട്ടാണ് അവളെക്കുറിച്ച് അറിയണമെന്നാണ് തോന്നുന്നതും. അനന്തു ഒന്നോടെ തന്നെ. ആ എന്താ മാഷേ? അല്ല അനന്തുവിൻ്റെ വീട് എവിടാ? എൻ്റെ വീട് എവിടാന്നോ? എൻ്റെ വീട് എവിടാന്ന് മാഷിനെ അറിയില്ലേ? നമ്മളെ അയൽവാസികളാ മാഷേ. ആണോ? ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ അയൽപ്പക്കമൊക്കെ ആയിട്ട്. അറിയാം. മാഷ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ, അതാ ഞങ്ങളൊന്നും കാണാത്തത്. അത് പിന്നെ അപ്പം നമ്മൾ ഒരേ ബസ്സിലായിരിക്കൂലേ? അതെ. മാഷിന് എന്ത് പറ്റി? ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മാഷ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഇന്ന് ക്ലാസ് കൊടുത്തിട്ടില്ലല്ലോ. അതൊന്നുമില്ല, ഒരു ചെറിയ തലവേദന. ഓ അങ്ങനെയായിരുന്നോ? എന്നാൽ മാഷിനൊന്ന് റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ? എല്ലാം അങ്ങനെ റെസ്റ്റ് എടുക്കാൻ മാത്രമൊന്നുമില്ല. ബസ് വരാനായില്ലേ? ബസ് വരാൻ 5 മിനിറ്റും കൊണ്ട്. പിന്നെ ഈ നാട്ടിലത്തെ ബസ്സല്ല, അങ്ങനെ ടൈമിനൊന്നും വരുമൊന്നുമില്ല. മാഷ് ഇവിടെ വന്നിട്ട് ഇപ്പം എത്രയായി? ഞാൻ വന്നിട്ടിപ്പോൾ 6 മാസം ആവാനായി. അതെയല്ലേ? അല്ല, താനെന്തായിരുന്നു ലീവ്? പറഞ്ഞില്ലായിരുന്നു മഞ്ഞപ്പിത്താന്ന്. മറന്നുപോയി. എടോ അനന്തു. എന്താ മാഷേ? എടോ അനന്തു, താനെ എപ്പോഴും അങ്ങനെ ബസ്സിലല്ലാണ് പോവാറ്? അല്ല, ഞാൻ തന്നെ ഒരു പ്രാവശ്യം ചട്ടമ്പിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു താനെ അവളെ കൂടെ വരാറൊക്കെ ഉള്ളത്. അയ്യോ അല്ല, അതന്ന് ഞാനേ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമായിരുന്നല്ലോ, അതിന് വേണ്ടി പോയതായിരുന്നു. ചേച്ചി അങ്ങനെ എന്നെ കൊണ്ടാക്കാനൊന്നും വരാറില്ല. ചേച്ചിക്ക് ജോലി ഉള്ളതല്ലേ. ജോലിയോ? എന്ത് ജോലിയാണ് എൻ്റെ ചേച്ചിക്ക്? അപ്പോൾ ചേച്ചിനെ കുറിച്ചൊന്നും അറിയാതാണ് ചേച്ചിനെ ചട്ടമ്പിന്ന് വിളിച്ചത്. ചേച്ചി ടൗണിലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മാഷ് ചേച്ചിനെ ചട്ടമ്പിന്ന് വിളിക്കുന്നത് ഒക്കെ അറിഞ്ഞിട്ടാണ്. അതെന്താ? അപ്പോൾ അവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞാലും അവളെ ചട്ടമ്പി തന്നെ വിളിക്കുമോ? പിന്നെ വിളിക്കാതെ, നല്ല ഉഗ്രൻ ചട്ടമ്പി തന്നെയാണത്. നിനക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. പിന്നെ അറിയാതെ? എൻ്റെ കുഞ്ഞിലെ ഞാൻ കാണുന്നത് നന്ദേച്ചിനെ, അപ്പോൾ പിന്നെ എനിക്ക് അറിയാതിരിക്കുമോ? നന്ദ? ചേച്ചിൻ്റെ ശരിക്കത്തെ പേര് കൃഷ്ണൻ നന്ദ എന്നാണ്. എടോ അനന്തു, എന്തായാലും നമുക്കിനി കുറച്ച് അങ്ങോട്ടേക്കില്ലേ വീടെത്താൻ. താൻ തന്നെ നന്ദേച്ചിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ നന്ദേച്ചിനെ കുറിച്ചിട്ട് മാഷിന് എന്തിനാ അറിയേണ്ട ആവശ്യം? എന്താ മാഷേ, എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ നാട്ടിലെ ചട്ടമ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കാമല്ലോ. അനന്തുവിലൂടെ മഹി അറിയുകയായിരുന്നു കൃഷ്ണയെക്കുറിച്ചിട്ട്, അവൻ്റെ നന്ദേച്ചനെ കുറിച്ചിട്ട്. ശങ്കരൻ്റെയും ലക്ഷ്മിയുടെയും മകളായിരുന്നു കൃഷ്ണനന്ദ എന്ന കൃഷ്ണ. കൃഷ്ണക്കൊരു ഏട്ടനായിരുന്നു ഉണ്ടായിരുന്നത്, കാർത്തിക് നന്ദഗോപാലൻ. അവളുമായി 10 വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു കാർത്തിക്. കണ്ണനെന്ന് വിളിക്കാറുണ്ട്. കൃഷ്ണയെ പ്രസവിച്ചതോടുകൂടി തന്നെ ലക്ഷ്മി ഈ ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസവത്തിലുണ്ടായ അമിത രക്തസ്രാവമായിരുന്നു കാരണം. അമ്മയുടെ വിയോഗത്തോടു കൂടി കൈക്കുഞ്ഞായിരുന്ന നന്ദയുടെ എല്ലാ കാര്യങ്ങളും തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം കണ്ണൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലെ തന്നെ അവനെല്ലാം അവൾക്ക് മാർഷൽ ആർട്സുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നിലൊരു കാരണവും ഉണ്ടായിരുന്നു. അമ്മ മരിച്ചതോടുകൂടി അച്ഛൻ പതുക്കെ അവരുടെ വീട് ഒരു ബാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന അവളുടെ അച്ഛന് അതൊരു ബാറാക്കാൻ അധികം സമയവും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ കൂടെ വരുന്ന കള്ളുകുടി സംഘം നന്ദയെ നോക്കിയിരുന്ന ആ നോട്ടം, കാമം നിറഞ്ഞിരുന്ന ആ നോട്ടം, അത് കാർത്തിയിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അഭാവത്തിൽ അവളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നന്ദേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കണ്ണേട്ടനെ. നന്ദേച്ചിൻ്റെ സഹോദരനും അച്ഛനും അമ്മയും എല്ലാം കണ്ണേട്ടനായിരുന്നു. വലിയ കാര്യമായിരുന്നു. കണ്ണേട്ടനെ നന്ദേച്ചിനെ പഠിപ്പിച്ചിട്ട് വലിയൊരാളാക്കണമെന്ന് ആഗ്രഹം. ആണോ? അതെന്താ? നന്ദ പഠിക്കാൻ മിടുക്കിയായിരുന്നു? പഠിക്കാൻ മിടുക്കി. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും തല്ലിട്ടാറുണ്ട് ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞിട്ട്. നന്ദ
ഞാൻ ഒന്ന് വേണുമാഷിനെ കണ്ടപ്പോൾ മാഷ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എക്സാം പേപ്പറൊക്കെ തന്നെന്നുള്ളത്. നീ എന്താ വീട്ടിൽ പറയാഞ്ഞത്? എൻ്റെ എക്സാം പേപ്പറൊക്കെ എടുത്തിട്ട് വാ. ഓ ഇയാൾക്ക് എന്തിൻ്റെ കളി വേണം പറയേണ്ട ആവശ്യം. നന്ദോ അവിടെ കിടന്ന് തീറ് പൊറുക്കാതെ വന്നിട്ട് പേപ്പർ എടുക്കാൻ. അത് ചേട്ടാ എൻ്റെ പേപ്പർ എൻ്റെ ബാഗിലാണ്. ആ അതിനെന്താ ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ. അത് ചേട്ടാ അത് ഞാൻ ഏട്ടനോട് പറയാൻ വരായിരുന്നു. ഞാനൊന്ന് സ്കൂൾ വിട്ട് വരുമ്പോണ്ടല്ലോ നമ്മുടെ ഇടവഴി തിരിയുന്നോടത്ത് വെച്ചിട്ടേ എൻ്റെ ബാഗ് ഒരു കള്ളം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഓഹോ കള്ളനോ? എടി അത്ര അതഭാഗ്യനെ ഏത് കള്ളനാടി പഞ്ചായത്തിലുള്ളത്? ആ അതാ ഞാനും ആലോചിക്കുന്നത്. നന്ദാൻ്റെ കൈ നല്ല വീക്ക് വാങ്ങൂട്ടോ, പോയി എടുത്തിട്ട് അടി. നന്ദ പിന്നെ ഒന്നും ഉണ്ടാതെ അവിടെ പോയി എക്സാം പേപ്പറായിട്ട് വന്നു. പേപ്പർ കണ്ടപ്പോഴല്ലേ എല്ലാത്തിലും ഒറ്റസംഖ്യയായിരുന്നു, പേരിന് പോലും ഇരട്ടസംഖ്യ ഇല്ലായിരുന്നു. ഇതെന്തത് മാത്സിൽ വട്ടപ്പൂച്ചോ? എൻ്റെ നന്ദ പേരുണ്ടെങ്കിൽ നിനക്കൊരു മാർക്ക് വാങ്ങിക്കൂടാനടി. അതിലേട്ടാ എനിക്ക് പേരിന് വേണ്ടി ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. അയ്യോ ആനമുട്ടി വാങ്ങിച്ചു വന്നിട്ട് അവളുടെ ഒരു തുറക്കുത്തരം കണ്ടോ? ഇങ്ങോട്ട് വാ, ആ വടി എടുത്ത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരൊറ്റ തല്ലിൽ ഞാൻ നിർത്തും. നന്ദാ നിന്നോട് ഓടരുത് പറഞ്ഞാൽ ഓടിനെ ഓടിച്ചിട്ട് ഞാൻ തല്ലും. കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുത്ത്. എന്നിട്ടും ഒരു കാര്യമില്ല, കണ്ണേട്ടൻ വീടിന് ചുറ്റിട്ട് ഓടിച്ചിട്ട് തല്ലും. നന്ദാ വന്ന് ഭക്ഷണം കഴിക്കി. എനിക്കൊന്നും വേണ്ട. നിനക്ക് അടുത്ത തല്ലിനോട് കിട്ടണോ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? നന്ദാ എന്നാലും ഏട്ടനെ തല്ലിയില്ലേ? വെറുതെ ഒന്നല്ലോ ആനമുട്ട വാങ്ങിച്ചിട്ടുണ്ടല്ലേ. ഏട്ടാ പഠിച്ചിട്ടൊന്നും ആരും എവിടെയും എത്തിയിട്ടില്ല. സച്ചിനും കമൽഹാസനൊക്കെ പഠിച്ചിട്ടാണ്. കമൽഹാസൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടൊന്നും ഞാൻ കേട്ടത്. എന്നിട്ട് പോയാലും വലിയ നടനായില്ലേ. സച്ചിൻ്റെ കമൽഹാസൻ്റെ ഒന്നും എനിക്കറിഞ്ഞൂടാ. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട പഠിപ്പിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടിന് ഒരു വിലയും കാണുന്നില്ലേ. നന്ദ എല്ലാവരും ഭാഗ്യം തുണയ്ക്കണമെന്നില്ല. അവരെ ഭാഗ്യം തുണച്ചതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വലിയ കലാകാരന്മാരൊക്കെ ആവാൻ പറ്റിയത്. പിന്നെ ഓഫ് കോഴ്സ് അവർക്ക് കഴിവുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മോളെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം തന്നെ വേണം. പഠിപ്പില്ലാതെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏട്ടൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്കും, ഒന്ന് സീരിയസ് ആയിട്ട് എടുക്ക്. ഏട്ടാ സോറി. ഏട്ടൻ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഏട്ടൻ രാത്രി ജോലിക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. പിന്നെ ഞാൻ അവിടെ ഒറ്റക്ക് ഉണ്ടാവാറ്. അച്ഛൻ്റെ കൂടെ വരുന്നവർ ഒരുമാതിരി നോട്ടോ ആട്ടോ ഒരുമാതിരി സംസാരം കേൾക്കുമ്പോൾ പേടി എനിക്ക്. ഞാൻ റൂമിൽ കഥ കടിച്ചിരിക്കാറാ. എന്നാൽ അവർ കഥകിനെ ഒന്ന് മുട്ടും. പേടിച്ച് ഏട്ടൻ ഞാൻ അവിടെ നിൽക്കുന്നത്. നന്ദ മോളെ നീ എന്താ പിന്നെ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? നിനക്ക് ഏട്ടനോടൊന്നും പറയണമെന്ന് തോന്നിയിട്ടില്ലേ? ഏട്ടാ ഇനി ഇതും കൂടെ പറഞ്ഞായിരുന്നു വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം എൻ്റെ കാര്യം ഓർത്ത് ഏട്ടന് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നുള്ളത്. നമുക്ക് ടെൻഷൻ ആവുന്നതും അല്ലാത്തതൊക്കെ വേറെ കാര്യം. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം. പറയാതെ ഞാനെങ്ങനെ അറിയാനാ? എന്തായാലും ഇനി ഞാനില്ലാതെ നീ വീട്ടിൽ നിൽക്കണ്ട, ശാരദാമ്മനടുത്ത് പോയി നിന്നാൽ മതി. അന്ന് തൊട്ട് ചേച്ചി രാത്രി ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിൽക്കാറ്. ആദ്യമൊക്കെ രാത്രി മാത്രമായിരുന്നു. പിന്നീട് കണ്ണേട്ടൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കണ്ണേട്ടൻ ഫുൾ ടൈം ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയി ചേച്ചി. പിന്നീട് കണ്ണേട്ടന് സ്ഥിരം ജോലി ആയപ്പോൾ കണ്ണേട്ടൻ അല്ലറ ചില്ലറ സഹായങ്ങൾ ഞങ്ങൾക്കും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അതോടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ നാഥനില്ലാതായി. പിന്നീട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും കണ്ണേട്ടൻ തന്നെ ആയിരുന്നു. മാഷിനറിയോ, ഈ നാട്ടുകാരെന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, എൻ്റെ അമ്മനെയും കണ്ണേട്ടനെയും ചേർത്ത് എന്തൊക്കെ കഥകൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ എന്നെയും നന്ദേച്ചിനെയും പറ്റി പറയുന്ന പോലെ. അനന്തുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മഹിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ നാട്ടുകാർ പറയുന്ന ഓരോ കാര്യങ്ങളും അവനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അത്രമേൽ സങ്കടം നിഴലിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓരോ വാക്കുകൾക്കും. എടോ അനന്തു, താനത് വിട്ടേക്ക്, സാരമില്ല. വിവരമില്ലാത്തവരെന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ മതി. വിവരമില്ലാത്തവർ പറയുന്നത് പോലും മാഷിനെ പോലെ വിവരമുള്ളവരും വിശ്വസിക്കുന്നില്ലേ? മാഷൊന്നും പറയണ്ട, എനിക്കറിയാം മാഷിപ്പോൾ എന്തിനാണ് നന്ദേശനെ കുറിച്ച് ചോദിച്ചതെന്നൊക്കെ ഉള്ളത്. ഞാൻ മാഷിനെ കുറ്റമൊന്നും പറയില്ല. ഇവിടെ പുതിയ ആളല്ലേ, ഞങ്ങൾ രണ്ടാളെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ടോ? എനിക്കതിൽ സങ്കടമൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതോ ശീലമായി. പിന്നെ ഞാൻ ഈ നഷ്ട നാട്ടിൽ അധിക കാലമൊന്നും ഉണ്ടാവില്ല. നന്ദേച്ചിക്ക് ടൗണിലൊരു ജോലി റെഡിയാവുന്നവരെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകും. ഞാനും ഇവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല. എൻ്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഞാനും പോകും. പിന്നെ അതിൻ്റെ ഗ്യാപ്പിലൊരു ടൈം കിട്ടിയപ്പോൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേതായാലും നന്നായി മാഷേ. ഇവിടെ നിന്നിട്ടല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സംസാരിച്ച് സ്റ്റോപ്പ് എത്താനേ നമ്മൾ അറിഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റോപ്പാണ് നമ്മുടേത്. എടോ അനന്തു, അല്ല അപ്പം നന്ദൻ്റെ ഏട്ടൻ? കണ്ണേട്ടപ്പം ഇല്ല, ആള് പോയി. മരിച്ചിട്ടിപ്പം 4 കൊല്ലം കഴിഞ്ഞു. നന്ദേച്ചി +2 പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ കണ്ണേട്ടൻ പോയത്. വലിയൊരു ഷോക്കായിരുന്നു അത് ഞങ്ങൾക്ക് 3 പിന്നെ കാലം വായിക്കാത്ത മുറിവുകളില്ല എന്നല്ലേ. മറന്നിട്ടല്ല, പക്ഷേ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾ പഠിച്ചു.
കണ്ണേട്ടൻ്റെതാണ് ആ ബുള്ളറ്റ്. കണ്ണേട്ടൻ പോയ പിന്നെ ആ ബുള്ളറ്റുമ്മല സ്ഥിരം നന്ദേച്ചി സവാരി ഉണ്ടാവൽ. എപ്പോഴും പറയും ആ ബുള്ളറ്റ് കൂടെ ഉണ്ടാകുമ്പോൾ കണ്ണേട്ടൻ കൂടെ ഉള്ള മാതിരി തോന്നുന്നുള്ളത്. എടോ അപ്പോൾ അവൾക്ക് ഈ ചട്ടമ്പി എന്നുള്ള പേര് വന്നത്? ഓ, ആ പേര് വന്നതോ, അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരുത്തൻ്റെ തലയിൽ ബീർ ബോട്ടിലടിച്ച് പൊട്ടിച്ചതായിരുന്നു. മനസ്സിലായിട്ടില്ല അല്ലേ? ആ നന്ദേച്ചിൻ്റെ അച്ഛൻ്റെ കള്ളുകുടി സംഘത്തിലെ ഒരുത്തൻ നന്ദേച്ചിനോട് മോശമായിട്ട് പെരുമാറാൻ നോക്കി. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെയുള്ള ബീർ ബോട്ടിലെടുത്ത് അവൻ്റെ തലക്കൂത്തി ഒന്ന് കൊടുത്തു. അയാൾക്ക് 16 സ്റ്റിച്ചായിരുന്നു തലയിലിട്ടത്. അതോടുകൂടി നാട്ടിൽ നന്ദേച്ചിക്ക് ചട്ടമ്പി എന്നുള്ള പേരും വന്നു. പക്ഷെ ആരും ചോദിച്ചില്ല എന്തിനാ അയാളെ തല്ലിയെന്നുള്ളത്. എല്ലാവരും നന്ദേച്ചിക്ക് എതിരായിരുന്നു തിരിഞ്ഞത്. ചട്ടമ്പി ആയതുകൊണ്ടാണ്, തല്ലുകൊള്ളി ആയതുകൊണ്ടാണ്. ആ ഒരു തരത്തിൽ ആ പേരൊന്നും നന്നായെന്ന് നന്ദേച്ചി പറയും. അതുകൊണ്ട് ഇപ്പോൾ ആരും പേടിക്കാതെ ജീവിക്കാമല്ലോ. ചട്ടമ്പി ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ നന്ദേച്ചിനെ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അല്ല അപ്പം നീ നന്ദ ചട്ടമ്പി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഇതുകൊണ്ടൊക്കെ തന്നെ. ഞാൻ മാസമായിട്ടാണ് ഉദ്ദേശിച്ചത്, മാഷ തെറ്റിദ്ധരിച്ചതാ. അല്ല അപ്പം നീയും നന്ദിയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഞങ്ങൾ 5 വയസ്സിന്. അവരങ്ങനെ സ്റ്റോപ്പ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് അനന്ത് വാ തോരാതെ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. അധികവും നന്ദയെക്കുറിച്ച് തന്നെ ആയിരുന്നു. എന്തോ അവൻ ആ സംസാരം കേട്ടിരിക്കാൻ മഹിക്കും ഒരുപാട് ഇഷ്ടം തോന്നി. പെട്ടെന്നാണ് അവരുടെ പുറകിലൂടെ ഒരു ബുള്ളറ്റ് വന്നത്. അതിൻ്റെ ഉടമ ആരാന്ന് മനസ്സിലാക്കാൻ മഹിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നീ വീട്ടിലേക്കല്ലേ, വാ ഞാൻ കൊണ്ടാക്കാം. അയ്യോ വേണ്ട നന്ദേച്ചി, ഞാൻ മാഷിൻ്റെ കൂടെ നടന്നോളാം. അപ്പോൾ വാ വന്ന് കയറി, ഞാനും അങ്ങോട്ടേക്ക് തന്നെയാണ്. അനന്ത് പിന്നൊന്നും നോക്കിയില്ല, അവളുടെ വണ്ടിൻ്റെ പുറകിലായിട്ട് കയറി. അവൻ പോകുന്നതിന് മുൻപേ കൈ വീശിയൊരു ടാറ്റയും മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്ദ ആ സമയത്തൊന്നും തന്നെ മഹിനെ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അവനെന്തോ അത് വല്ലാത്തൊരു വിഷമവും തോന്നി. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിക്കൊണ്ടേ നിന്നു. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും മഹി നന്ദനെ കണ്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ മുന്നിലേക്ക് അവൾ വന്നിട്ടില്ലായിരുന്നു. ഇതോടുകൂടി മഹിക്ക് ഒരു കാര്യം മനസ്സിലായി. നന്ദ പറഞ്ഞതുപോലെ തന്നെ അവനോടുള്ള അവളുടെ പ്രണയം അത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നത്. പൂർണ്ണമായും അവൾ അവൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മഹി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവനുള്ള തിരിച്ചറിവ് തന്നെയായിരുന്നു നന്ദ അവനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എവിടൊക്കെയോ അവൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അനന്തുവിൻ്റെ അടുത്ത് നിന്നും മഹിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദയ്ക്ക് ടൗണിൽ നിന്നും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയെന്നുള്ളതും ഇനി തൊട്ട് അവിടെയാണ് താമസമൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുമാണ്. തൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അമ്മനെയും കൂട്ടി താനും നന്ദേച്ചിൻ്റെ അടുത്തേക്ക് പോകുമെന്നും അനന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടി മഹിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇനി ഈ ഒരു ജന്മം അവളുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മഹിയും ഇവിടെ നിന്നും തൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ്. ഇതോടുകൂടി രണ്ടാളും 2 വഴിക്കാവാൻ പോവാമെന്നും മഹിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മഹി, നിനക്കെന്താ പറ്റി? അവിടെ നിന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ മൊത്തൊരു വല്ലായ്മ. നീയായിട്ട് ഇങ്ങോട്ട് പറയുന്നു വെച്ചിട്ടാണ് ഞാൻ നിന്നെ ചോദിക്കാത്തത്. എന്തു പറ്റി മോനെ? എന്താ കണ്ടേ? നിനക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? അച്ഛാ അച്ഛാ, അവൾ പോയച്ഛാ. എനിക്കൊന്ന് ഒരു മാപ്പ് ചോദിക്കാൻ പോലും അവസരം തരാതെ അവൾ പോയി. എനിക്കറിയില്ല ഞാൻ അവൾ എവിടെ പോയിട്ട് തിരയേണ്ടതെന്നുള്ളത്. അച്ഛനറിയോ, ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അയാളങ്ങനെ കുറ്റബോധത്തിൽ നേറി ജീവിക്കാൻ വിടുക എന്നുള്ളത്. പറഞ്ഞു പോയതിൻ്റെ പേരിൽ ഞാൻ എത്ര വട്ടം അവളോട് മാപ്പ് പറയാൻ ശ്രമിച്ചാന്നറിയോ, ഒരിക്കൽ പോലും എന്നെ കേൾക്കാൻ അവൾ നിന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്തു പോയത് തെറ്റ് തന്നെയാണ്, ന്യായീകരിക്കുന്നില്ല. എന്നാലും അവൾക്കൊന്നും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം എനിക്ക് തന്നൂടായിരുന്നു. മഹി, ചിലപ്പോൾ നിൻ്റെ വാക്കുകൾ അവൾ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും. മറ്റൊരാളെ പറഞ്ഞെങ്കിൽ അവൾക്ക് അത്ര സങ്കടം തോന്നില്ലായിരുന്നു. അവൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് നിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അതായിരിക്കും ആ കുട്ടി അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. സാരമില്ല, പോട്ടെ. ചിലതങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ. പിന്നെ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പല തിരിച്ചറിവുകളും നമുക്കുണ്ടാവുക. നീ എന്തായാലും അത് വിട്ടേക്ക്. നമുക്ക് അടുത്ത ആഴ്ച നിനക്ക് നിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാനുള്ളതാണ്. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു നല്ല പ്രൊഫസർ നിനക്ക് ആവണമെങ്കിൽ നീ ഇനിയും കൂടുതൽ പഠിക്കണം. അതുകൊണ്ട് ഇതൊക്കെ വിട്ടേക്ക്. കാലം അയക്കാത്ത മുറിവുകളൊന്നും ഇല്ല മോനെ. എന്തായാലും പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ? നീ എന്ത് നോക്കി നിൽക്കുക? അവൾ അത്ര നേരം നിന്റെ മുന്നിൽ ചായ വെച്ച് നിൽക്കുന്നത്. ചായ എടുക്കാൻ നോക്ക്. മാറി നിൽക്കടി കോർപ്പടക്കെ. അല്ല നിൻ്റെ ആണ് അപ്പുറത്തല്ലുള്ളത്. ഇപ്പം നീ ഇതിന് എൻ്റെ കാഴ്ച തടസ്സപ്പെടുത്ത എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എടാ തെണ്ടി ചേട്ടാ, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇപ്പം ആ ചേച്ചി ഇവിടെ നിൽക്കില്ലായിരുന്നു. ഞാൻ നന്ദി പറയേണ്ട സ്ഥാനത്ത് അവനാണ് ചീത്ത പറയുന്നത്.
ഓഹ് സോറിടാ, അല്ലെങ്കിൽ നീ എൻ്റെ മുത്തല്ലേ. ഓ സ്വിച്ച് ഒലിപ്പിക്കല്ലേ. അല്ല, എന്നാൽ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അയ്യോ അമ്മ, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഇന്ന് രാത്രി സംസാരിക്കുന്നതാണല്ലോ. മക്കളെ ചെല്ല്, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിലേ. അല്ല, അവരും കൂടെ പോയി സംസാരിച്ചോട്ടെ. ഇതൊക്കെ പിന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമാണല്ലോ. എന്തായാലും മക്കളും ചെല്ല്. ഓ എൻ്റെ അനന്തേട്ടാ, അവസാനം നമ്മുടെ കഷ്ടപ്പാടിന് ഫലം കണ്ടല്ലോ. അച്ഛൻ ഒരേ നിപ്പായിരുന്നു ഏട്ടൻ്റെ കല്യാണം കഴിപ്പിക്കാതെ എന്നെ കല്യാണം നടത്തൂല എന്നുള്ളത്. അവസാനം ഏട്ടൻ സമ്മതിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. എനിക്കും ഇപ്പോഴാണ് സന്തോഷമായത്. ആദ്യമൊക്കെ നമ്മുടെ കാര്യം നടക്കൂലെന്ന് ടെൻഷനായിരുന്നു. പിന്നെ മാഷിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. എന്തായാലും ഇപ്പോൾ ഒക്കെ ശരിയായല്ലോ. എന്നോട് ഒന്ന് സംസാരിക്കാൻ നിനക്ക് ഇത്ര വർഷം വേണ്ടി വന്നല്ലേ? ഇപ്പോഴും എൻ്റെ അടുത്ത് ആ പഴയ ദേഷ്യമുണ്ടോ? ദേഷ്യം എനിക്ക് അന്നുമില്ലായിരുന്നു, ഇന്നുമില്ല. സങ്കടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ. ആ എന്തായാലും അത് വിട്, അതൊക്കെ കഴിഞ്ഞല്ലോ. അറിയായിരുന്നോ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത്? ആ എനിക്കതറിയായിരുന്നു, എൻ്റെ അടുത്ത് അനന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാഷിന് അറിയില്ലായിരുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളത്. എന്നോടൊട്ടും പ്രതീക്ഷിച്ചിട്ട് ഞാൻ തോന്നുന്നു. അത് ഞാൻ അനന്ത് വരുന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷേ നീ അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ആ അതെനിക്ക് മനസ്സിലായി, ആ ചായ എടുക്കാതെ അന്താളിച്ചനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പം തന്നെ. പിന്നെ എന്താ, എനിക്കറിയാം പാർച്ചാണ് ഇനി എന്നെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നുള്ളതും. എന്നാൽ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഐ എം റിയലി സോറി. അന്ന് പറഞ്ഞു പോയതിനൊക്കെ ഐ എം റിയലി സോറി. അത് വിട് മാഷേ, സാരല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദുസ്വപ്നം പോലെ, അല്ലെങ്കിൽ ഒരു വേണ്ട ഇനി നമ്മളത് ആലോചിക്കേണ്ട ഒരു കറുത്ത അധ്യായം മാതിരി നമുക്കതിനോട് മറന്നേക്കാം. ഇനി അതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. ഞാനെല്ലാം മറന്നു, അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് അങ്ങോട്ടേക്ക് വന്നത്. അപ്പം എന്നാൽ പിന്നെ താഴെ പോയിട്ട് പറയാല്ലേ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളാൻ. ഓ ചട്ടമ്പിക്ക് നാളൊക്കെ വരുമോ? ತದಿಗಿಣ ತಗಚನು ತದಿಗಿಣ ತಗಚನು ತರಿಗಿಟ ತದರಿನ ತದಿಂದಿಂತ ಆನಂದಂ ತಲವನಿ ತಲಪುಗ ಎದಲನು ತಲುಪಗ